വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒട്ടും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ലാത്ത ഇന്ത്യൻ ഫുഡ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരുപാട് പുറത്തു നിന്നുള്ള ഫുഡ്സിനെ ഉപയോഗിക്കുന്ന ഒരു ബർഗർ, പിസ്സ, ഡോണറ്റ് അല്ലെങ്കിൽ ഷവർമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫുഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത്, നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പല ഭക്ഷണ പദാർത്ഥങ്ങളും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അവയർനെസ് നിങ്ങൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസേഷൻ നടന്ന് സെൽ ഡിവിഷൻ നടന്ന് ഫലോപ്പിയൻ ട്യൂബ് വഴി ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്നതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മളുടെ ശരീരത്തിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസത്തിനകത്തായിരിക്കും ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഇംപ്ലാന്റേഷൻ നമ്മൾ ഒന്നും ചെയ്ത് കൊടുക്കാതെ തന്നെ നാച്ചുറലി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതായത് അണ്ടവും ബീജവും ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് തന്നെ പലർക്കും പ്രഗ്നൻസി ആവുക തന്നെ ചെയ്യും. നമ്മൾ അഡീഷണൽ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നേരെ മറിച്ച് ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരും ഇനി ട്രീറ്റ്മെന്റ് എടുക്കാതെ തന്നെ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരും കുറച്ച് കാര്യങ്ങളൊന്ന് അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ലേറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ഒരു ഇംബാലൻസസോ ഹോർമോണൽ ഇംബാലൻസസോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമോ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് തന്നെയാണ്. അപ്പൊ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നത്തെ ഒന്ന് ക്യൂർ ചെയ്തിട്ട് ശരീരത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഒരുപാട് വലിയ മത്സ്യങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വലിയ മത്സ്യങ്ങളിലും അതുപോലെ സീ ഫുഡ്സ് നമ്മുടെ കടലിൽ ഉണ്ടാകുന്ന മത്സ്യങ്ങളിലും ഒക്കെ കൂടുതലായിട്ട് മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. മെർക്കുറി കണ്ടന്റ് അമിതമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എത്തുകയാണെങ്കിലോ ഓവുലേഷൻ സമയത്ത് എത്തുകയാണെങ്കിലോ അത് നമ്മുടെ അണ്ടത്തിനെയും ബീജത്തിനെയും ഒക്കെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനെയും അത് ബാധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് വീട്ടിലിപ്പോൾ എല്ലാ ദിവസവും മീൻ മേടിച്ച് വെക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ കുഞ്ഞു കുഞ്ഞു മീനുകളായിട്ടുള്ള ചാള, അയല അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കൊഴുവ ഇങ്ങനെയുള്ള മീനുകളൊന്നും നമ്മൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഈ ചൂര, സ്രാവ് അങ്ങനെയുള്ള വലിയ വലിയ മീനുകൾ ഉണ്ടാവില്ലേ, ഇതിലൊക്കെ ആയിരിക്കും കുഞ്ഞു മീനുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഫിഷ് ഐറ്റംസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മുള വന്ന പൊട്ടാറ്റോ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മളൊക്കെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് എടുത്തു കഴിയുമ്പോഴേക്കും മുള വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോർഷൻ ചെത്തിക്കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാറാണല്ലേ പതിവ്. എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നോർമലി നമ്മൾ മുള വരാത്ത ഉരുളക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനഫിറ്റ് നമ്മളുടെ ശരീരത്തിലുണ്ടാകും. പക്ഷേ ഈ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ എടുക്കുന്നത് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇത് നമ്മളിലെ ഇംപ്ലാന്റേഷൻ നഷ്ടമാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു കാര്യം കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും മുള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു കണ്ടന്റ് ശരീരത്തിലോട്ട് കൂടുതലായിട്ട് എത്തുമ്പോഴേക്കും ഇത് നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആകുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് കുഞ്ഞു വളരുന്നത്. ആ ഒരു ലൈനിങ് ഷെഡായി പോവുകയാണെങ്കിൽ അണ്ടത്തിനോ ബീജത്തിനോ എത്രയധികം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യം ഉണ്ടാവില്ല. കാരണം ആ ഒരു കപ്പാസിറ്റി എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ഉണ്ടാവില്ല. അങ്ങനെ അത് ഷെഡായി പോകും. നിങ്ങൾക്ക് കെമിക്കൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ മിസ്കാരേജോ ഒക്കെ സംഭവിക്കുന്നതിന് അത് കാരണമാകും കേട്ടോ. അപ്പൊ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുരിങ്ങാക്കോല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് മുരിങ്ങാക്കോല് കഴിക്കരുത്, അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് മുള വന്നതൊന്നും കഴിക്കരുത് എന്നൊക്കെ പലരും നമ്മുടെ പൂർവികരും അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ആളുകളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. മുരിങ്ങക്കോല് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ യൂട്രസിന്റെ മസിൽസിനൊന്ന് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. ഇങ്ങനെ വന്ന് സ്മൂത്ത് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിസ്കാരേജ് ഉണ്ടാകുന്നതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിനും അത് കാരണമാകുന്നു. ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക. ദിജോസ് വേൾഡ് ഡ്രം സ്റ്റിക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. മുരിങ്ങാക്കോല് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ മുരിങ്ങാക്കോൽ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ട് സഹായിക്കും. പക്ഷെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മുരിങ്ങാക്കോൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ.
അടുത്തതെന്ന് പറയുന്നത് നമ്മൾ തിളപ്പിക്കാത്ത പാൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് വേകാത്ത മുട്ട ഉപയോഗിക്കുക. മുഴുവനായിട്ട് വേകാത്ത മുട്ട എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ബുൾസൈ അടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ പച്ചമുട്ട കുടിക്കുന്നവരുണ്ടാകും, അല്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പച്ചമുട്ടയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നവരുണ്ടാകും, ബുൾസൈ കഴിക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങിയ മുട്ടയാണെങ്കിലും ഫുള്ളി കുക്ക്ഡ് ആവാത്ത രീതിക്ക് മുട്ട ഉപയോഗിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ബാക്ടീരിയാസ് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു. ഇതേ സെയിം കാര്യം തന്നെയാണ് നമ്മൾ തിളപ്പിക്കാത്ത പാൽ ഉപയോഗിക്കുമ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ പാക്കറ്റ് പാല് മേടിച്ചിട്ട് അത് തിളപ്പിക്കാതെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ ശരീരത്തിലെ ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നു. നമ്മളിപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു തവണ ഒരു ഷേക്ക് പുറത്തുനിന്ന് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രഗ്നൻസി നഷ്ടമാകും എന്നല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ആഴ്ചയിൽ തന്നെ 1-2 തവണ നിങ്ങൾ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഷേക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ തിളപ്പിക്കാത്ത പാല് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് മിസ്കാരേജിന്റെ റേറ്റ് കൂട്ടുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അജിനോമോട്ടോയാണ്. ഈ അജിനോമോട്ടോയുടെ കണ്ടന്റ് നിങ്ങളുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് എത്തുന്നത് നിങ്ങളുടെ പ്രഗ്നൻസി നഷ്ടമാകാനായിട്ട് കാരണമാകുന്നു. സാധാരണയായിട്ട് ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അജിനോമോട്ടോ ആഡ് ചെയ്യുന്നത്. ഒരുമിക്ക എല്ലാ ഹോട്ടൽ ഫുഡ്സിലും അജിനോമോട്ടോയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് ടേസ്റ്റ് കിട്ടാനും പിന്നീട് കസ്റ്റമേഴ്സ് വരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മാജിക് അവർ പ്രയോഗിക്കുന്നത്. അജിനോമോട്ടോ കൂടുതലായിട്ട് എടുക്കുന്നത് പ്രഗ്നൻസി ആയവരും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്നത് ആ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് കുറയ്ക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിന്റെ കണ്ടന്റും നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നത് നല്ലതല്ല. നിങ്ങൾ എല്ലാവരും ടിവിയിൽ KFC ചിക്കന്റെ പരസ്യം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഈ KFC ചിക്കന്റെ പരസ്യം പോകുമ്പോഴേക്കും അതിന്റെ ഏറ്റവും താഴെയായിട്ടുള്ള ഒരു പോർഷനിൽ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ളവർ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യം ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ഷമകെട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇതിലടങ്ങിയിട്ടുള്ള കണ്ടന്റ്സും പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല. അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നവരാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്നത് നല്ലതല്ല. ആ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് എല്ലാവരും പറഞ്ഞു തരുന്ന പൈനാപ്പിളും പപ്പായയും. ഈ പൈനാപ്പിളും പപ്പായ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എടുത്തില്ല എങ്കിൽ, അതായത് ഇപ്പൊ പൈനാപ്പിൾ എന്ന് പറയുന്ന കണ്ടന്റ് നിങ്ങളൊരു ഓവുലേഷൻ കഴിഞ്ഞിട്ട്, ഓവുലേഷൻ മുതൽ 6 to 12 ഡേയ്സിനകത്താണ് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ ഓവുലേഷൻ ഡേറ്റ് മുതൽ 5ാമത്തെ ദിവസം വരെ, ഓവുലേഷൻ ഡേയിന് നമ്മൾ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ മുതൽ 5ാമത്തെ ദിവസം വരെ നിങ്ങൾ ഈ ഒരു പൈനാപ്പിൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പൈനാപ്പിൾ കോർ നമ്മൾ കഴിക്കുന്നത്, അതായത് ആ പൈനാപ്പിൾ ഫുള്ളായിട്ട് അതിന്റെ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം ചെത്തിക്കളയാതെ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നത് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് പൈനാപ്പിൾ കോർ ഉൾപ്പെടെ കഴിക്കുന്നത് പ്രഗ്നൻസി നഷ്ടമാക്കാനായിട്ടും കാരണമാകുന്നു. കാരണം യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ഇതിലടങ്ങിയിട്ടുള്ള ബ്രോമലിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് നമുക്ക് യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നത്. യൂട്രസിൽ കോൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മിസ്കാരേജ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയും അവിടെ വർദ്ധിക്കും. അതുപോലെ തന്നെ പപ്പായയും പച്ച പപ്പായയും നമ്മൾ ആ ഒരു സമയത്ത് കഴിക്കാനായിട്ട് പാടില്ല. പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 1 പീസോ 2 പീസോ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാവില്ല. ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ചില ആളുകൾ ഉണ്ടാവും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ പൈനാപ്പിൾ ഇരുന്ന് കഴിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് പിറ്റേ ദിവസം തന്നെ പീരിയഡ്സ് ആകും. ഞാനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. കാരണം എനിക്ക് പീരിയഡ്സ് വരാതിരുന്നപ്പോഴേക്കും ഞാനൊരു ഫുൾ പപ്പായ എടുത്ത് കഴിച്ചു, പൈനാപ്പിൾ എടുത്ത് കഴിച്ചു. പിറ്റേ ദിവസം തന്നെ എനിക്ക് പീരിയഡ്സ് ആയി. അതുപോലെ തന്നെ പപ്പായ ഞാൻ ട്രൈ ചെയ്ത വിഷയമായിരുന്നു. അത് പീരിയഡ്സ് വരാനായതുകൊണ്ടാണ് അത് പീരിയഡ്സ് ഉണ്ടായത് കേട്ടോ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് കഴിക്കുന്നത്, ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പീസ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി നഷ്ടമാക്കാനായിട്ടും കാരണമാകും. അപ്പൊ ആ ഒരു മിസ്റ്റേക്കും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്രയുമാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്ന സമയത്ത് റെഡ് മീറ്റ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. എല്ലാം മിതമായിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഭക്ഷണത്തിനോട് ഭയങ്കര ഒരു ആഗ്രഹം, ഇഷ്ടമൊക്കെ ഉണ്ടാകും. പക്ഷെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. ഏത് ഭക്ഷണമാണെങ്കിലും അതിന് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നട്ട്സ് കഴിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരുപാട് വിറ്റമിൻസ് ശരീരത്തിലോട്ട് എത്തിക്കും. അണ്ടത്തിന്റെ വളർച്ചയ്ക്കും ബീജത്തിന്റെ വളർച്ചയ്ക്കും എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ വളർച്ചയ്ക്കൊക്കെ ഒരുപാട് നട്ട്സ് നല്ലതാണ്. അതായത് നമ്മുടെ വാൾനട്ട്, അതുപോലെ അത്തിപ്പഴം, ബദാം, കാഷ്യൂനട്ട്, പിസ്ത, ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് അളവിലും കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വയറിൽ പ്രശ്നം ഉണ്ടാകും. നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും, നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകും, വയറുവേദന ഉണ്ടാകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ കഴിക്കുന്നത് മിതമായിട്ട് നിങ്ങൾ കഴിക്കുക. ഒരു ഓറഞ്ച് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം. ഒരു ആപ്പിൾ എടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒരു 3-4 എണ്ണം എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.